മൂവാറ്റുപുഴയിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ പടക്കമെറിഞ്ഞെന്ന് പരാതി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിന്റെ വീട്ടിലേക്കാണ് പടക്കമെറിഞ്ഞത്. വീടിന്റെ ജനൽ ചില്ലുകളടക്കം തകർന്നു. അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുകയാണ്. അബ്ദുൾ, ആരാണ് ഇതിന് പിന്നിലെന്നാണ് ഇവരുടെ പരാതി? എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ബിനിൽ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയാണ് മൂവാറ്റുപുഴ നഗരസഭയിലെ 1-ാം വാർഡിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുനീറിന്റെ ബൂത്ത് ഏജന്റിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഉഗ്രശേഷിയുള്ള പടക്കമെറിയുകയും ജനൽ ചില്ലയടക്കം തകരുന്നൊരു സാഹചര്യവും ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സ്ഥലത്ത് സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വിജയിച്ചിട്ടുള്ള, അതായത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുള്ള സുബൈർ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ഇദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും വിജയിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ ഇത്തരത്തിൽ സുബൈറിന്റെ വിജയാഘോഷം നടന്നത്. ഇതിനു മുൻപ് തന്നെ ഈ സുബൈറിന്റെ പ്രവർത്തകർ, സുബൈറിനൊപ്പമുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുനീറിന്റെ ആളുകളും തമ്മിൽ നേരിയ രീതിയിലുള്ള സംഘർഷവും വാക്കുതർക്കവും ഒക്കെ നിലനിന്നിരുന്നതാണ്. ആ ഘട്ടത്തിൽ പോലീസിന്റെ സാന്നിധ്യമൊക്കെ ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ 1-ാം വാർഡിൽ പോലീസിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ വിജയാഘോഷത്തിനിടെ ഇത്തരത്തിൽ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സുബൈറിന്റെ ആളുകൾ മുനീറിന്റെ ബൂത്ത് ഏജന്റ് അലിയുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പടക്കമെറിയുകയും ജനൽ ചില്ലകളടക്കം തകരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു. ഏതായാലും സംഭവത്തിൽ മുനീറിന്റെ ബൂത്ത് ഏജന്റ് അലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ശരി, ഓക്കെ. അബ്ദുൾ റഹീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.